ആണോ പെണ്ണോ ആകട്ടെ, ആരെങ്കിലും നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ? വഹുവ മുഅ്മിനുൻ, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണെങ്കിൽ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവിടുത്തെ നുബുവത്തിൽ വിശ്വസിച്ചവരാണെങ്കിൽ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് പോകും. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ അള്ളാഹു അവർക്ക് അവിടെ റിസ്ക് നൽകുക തന്നെ ചെയ്യും. കയ്യും കണക്കുമില്ലാതെ. ബിഗൈരി ഹിസാബ്, ആണോ പെണ്ണോ നന്മ ചെയ്താൽ, ദുന്യാവിൽ നന്മ ചെയ്താൽ ഇപ്പം ആരൊക്കെ സ്വർഗത്തിലേക്ക് പോവുക, അങ്ങനെയൊക്കെ ചർച്ച ഉണ്ടായിരുന്നു ഒരു കാലത്തില്ലേ. നമുക്കെല്ലാവരും സ്വർഗത്തിൽ വരണമെന്ന ഇന്ത്യ ഇങ്ങോട്ടൊക്കെ ആഗ്രഹം. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കുകയുള്ളൂ. അത് അള്ളാഹിൻ്റെ സ്ഥലമാണ്. അപ്പം അള്ളാഹു പറയേണ്ടത്, നിങ്ങളുടെ വീട്ടിലേക്ക് ആരാ വരേണ്ടത് ആരാ വരേണ്ടാത്തത് അത് നിങ്ങളാ തീരുമാനിക്കുക. നമുക്ക് ആഗ്രഹമുണ്ട്, വലിയ വലിയ ചരിത്രത്തിൽ കഴിഞ്ഞു പോയ വലിയ വലിയ മഹത്തുക്കളൊക്കെ നമ്മുടേതാണ് സ്വർഗ്ഗമെങ്കിൽ നമുക്കതൊക്കെ പറയാൻ പറ്റും. പക്ഷേ സ്വർഗത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത്, സൽക്കർമ്മം ചെയ്തു അതിന് ദുന്യാവിൽ അള്ളാഹു കൂലി തരും. സ്വർഗത്തിൽ കിടക്കുന്നവരാരാ? വഹുവ മുഅ്മിനുൻ. ഈ ആയത്തറിയാത്തതുകൊണ്ടാണ് ഈ ചർച്ചയൊക്കെ നടന്നത്. ഈമാനുള്ളവരായ അവസ്ഥയിൽ നന്മ ചെയ്താൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് വരും. അള്ളാഹു നമ്മയൊക്കെ അമൽ സ്വാലിഹാത്തിൽ, അള്ളാഹു സ്വാലിഹായ അമൽ ചെയ്യുന്നവരിൽ അള്ളാഹു പെടുത്തി തരട്ടെ. അള്ളാഹു സൽക്കർമ്മികളായ ആളുകളിൽ, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും നമ്മെ നമ്മുടെ സഹോദരിമാരെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. فأولئك يدخلون الجنة يرزقون فيها بغير حساب. സ്വർഗം നൽകുന്നല്ല പറഞ്ഞത്, കയ്യും കണക്കില്ലാതെ അള്ളാഹു കൊടുക്കും. അത് കരീമായ ഔദാര്യവാനായ അള്ളാഹുവിൻ്റെ ആ ഒരു കറമെന്ന സിഫത്തിൽ നിന്നാണ് വരുന്നത്. ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ. അതാണ് അള്ളാഹുവിൻ്റെ കരീം എന്ന വിശേഷണം. ഇദാ അൻത അക്റംതൽ കരീമ മലക്തഹു വഇൻ അൻത അക്റംതൽ ലഈമ തമറദാ. അറബിയിലെ ജനങ്ങളൊക്കെ രണ്ട് വിഭാഗമാണ്. ഒന്നുകിൽ കരീമാണ് അല്ലെങ്കിൽ ലഈമാണ്. ഈ രണ്ട് കാറ്റഗറിയിലാണ് മനുഷ്യന്മാരുണ്ടാവുക. ഒന്നുകിൽ കരീമാണ് അല്ലെങ്കിൽ ലഈമാണ്. കരീം എന്ന് പറഞ്ഞാൽ മാന്യരായ നല്ല മനുഷ്യർ. ലഈം എന്ന് പറഞ്ഞാൽ വളരെ മോശ സ്വഭാവക്കാരായ നന്ദിയില്ലാത്ത ആളുകൾ. അതാണ് ഈ കവിതയുടെ അർത്ഥം. ഇദാ അൻത അക്റംതൽ കരീമ മലക്തഹു, നല്ല മാന്യനായ ഒരു മനുഷ്യനെ നിങ്ങൾ ആദരിക്കുകയാണെങ്കിൽ, ബഹുമാനിക്കുകയാണെങ്കിൽ, ഒരു മാന്യനായ ഒരു മനുഷ്യന് നിങ്ങൾ ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുത്തു, ഒരു ഹദിയ കൊണ്ടുപോയി കൊടുത്തു, അവർക്കൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്തു. മലക്തഹു, അവരുടെ ഹൃദയം നിങ്ങൾക്ക് ഉടമപ്പെടുത്താൻ കഴിയും. അവരുടെ സ്നേഹം നിങ്ങൾക്കുണ്ടാവും. അവർ നിങ്ങൾക്ക് വേണ്ടി നന്ദിയോടെ പ്രാർത്ഥിക്കും. നിങ്ങളുടെ നന്ദി അവർ എന്നും സ്മരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളോടുള്ള നന്ദി, നിങ്ങൾ ചെയ്ത ഉപകാരം. നേരെ മറിച്ചൊരു ലഈമാണെങ്കിലോ, ആള് ലഈമാണ്, ഈ നല്ല ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണ്. നമ്മളൊരു ഉപകാരം അയാൾക്ക് ചെയ്തു കൊടുത്താൽ ഇങ്ങോട്ട് നന്ദി ചെയ്യുന്നു മാത്രമല്ല, അയാളുടെ ഉപദ്രവം പിന്നെ കൂടെ ഉണ്ടാവുക. ഇങ്ങനെ മനുഷ്യരിൽ രണ്ട് വിഭാഗമാണ്, ലഈം അല്ലെങ്കിൽ കരീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫത്ഹ് മക്ക നടക്കുമ്പോൾ, മക്ക വിജയം നടക്കുമ്പോൾ അവിടെ നിന്ന് നടത്തിയ പ്രഭാഷണത്തിൽ കാണാൻ കഴിയും, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് അദ്ഹബ അൻകും ഗുബ്ബിയത്തൽ ജാഹിലിയ്യ. ഉബ്ബിയത്തൽ ജാഹിലിയ്യ, ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പുള്ള അജ്ഞാനകാലം. ജഹൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാതിരിക്കുക, അറിവില്ലാതിരിക്കുക, അതിന് അജ്ഞാനകാലം എന്ന് പറയാം. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പുള്ള അജ്ഞാനകാലത്തെ നിങ്ങളുടെ എല്ലാ അഹങ്കാരവും, നിങ്ങളുടെ എല്ലാ ചീത്ത സ്വഭാവങ്ങളും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. നിങ്ങളത് ചെയ്യരുത്. ഇനി ഞങ്ങളുടെ വാപ്പമാര് അങ്ങനത്തവരായിരുന്നു, ഞങ്ങളുടെ വല്യാപ്പ ഇങ്ങനത്തവരാണെന്ന് പറഞ്ഞ കുലമഹിമ നടിക്കലും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, ചെയ്യരുത്. ഫന്നാസു റജുലാൻ, അതുകൊണ്ട് ഇവിടം മുതൽ ജനങ്ങളൊക്കെ രണ്ട് തരത്തിലാണ്. ബർറുൻ തഖിയുൻ കരീമുൻ അലല്ലാഹ്,
നല്ലവരായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പടച്ചതമ്പുരാൻ്റെ അള്ളാഹുവിൻ്റെ കണ്ണുകളിൽ മാന്യരായ ഒരു വിഭാഗം. പിന്നൊരു വിഭാഗം വഫാജിറുൻ ഷഖിയുൻ ഹയ്യുൻ അലല്ലാഹ്. ഫാജിർ, തെമ്മാടികൾ, ദുൽമ ചെയ്യുക, അതിക്രമം ചെയ്യുക, മനുഷ്യരെ അടിക്കുക, കൊല്ലുക, ഇതൊക്കെയാണ് പരിപാടി. ഷഖിയുൻ, പരാജയപ്പെട്ടവർ. ഹയ്യുൻ അലല്ലാഹ്, അള്ളാഹു അവരെയൊന്നും പുല്ല് വകവെക്കുകയില്ല. അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വരുമ്പോൾ അവരൊക്കെ പരാജിതരാണ്, തെമ്മാടികളുടെ കൂട്ടത്തിലാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികൾ മുഴുവനും ഇങ്ങോട്ട് മാറി നിൽക്കിൻ എന്ന് അല്ലാഹു തആല പറയുന്നൊരു നേരമുണ്ട്. ജനങ്ങൾ ഈ രണ്ട് വിഭാഗത്തിലാണ്. ഏത് വിഭാഗത്തിൽ വേണമെന്ന് മനുഷ്യന് തീരുമാനിക്കാം. അതിനുള്ള ഫ്രീഡം അല്ലാഹു ജന്മനാ കൊടുത്തിട്ടുണ്ട്. നന്മയുടെ വഴി വേണോ, അതല്ല അതിക്രമങ്ങളുടെയും പരാക്രമങ്ങളുടെയും വിദ്വേഷത്തിൻ്റെയും വഴി വേണോ, അതല്ല മാന്യരായി അള്ളാഹുവിനെ ഭയപ്പെട്ട സജ്ജനങ്ങളായി ജീവിക്കണമോ? ഈ രണ്ട് വിധത്തിലേ മനുഷ്യരുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഞാന കാലത്തെ നബി മുഹമ്മദിൻ വ ആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.